ഇയാളെ ക്ലാസ്സിൽ ഇരിക്കാൻ എനിക്ക് പഠിപ്പിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടി ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്നതല്ലേ പണിക്കരെ അന്തസ്? അയാൾക്ക് അഡ്മിഷൻ വാങ്ങിക്കൊടുത്തതിന് സാറിന് എന്തോ കാര്യമായിട്ട് തടഞ്ഞിട്ടുണ്ടല്ലോ. പോകൃത്തരം പറയുന്നു. കേൾക്കണോ പുറത്ത്? സാർ ഐ സേ ഗെറ്റ് ഔട്ട്. മൃദുല മിസ്, മീറ്റ് മിസ്റ്റർ ജോണി വാക്കർ. ന്യൂ അഡ്മിഷൻ ആണ്. മിസ് ശരിക്കും ചേട്ടാന്ന് വിളിക്കണം. Silence. In the last class, I told you about one Alfred Noyes, whose works are not mentioned in the major poetries. But one of his poems, The Highwayman, is a lovely romantic work about which we shall go through in this class. The wind was a torrent of darkness among the gusty trees. The moon was a ghostly galleon tossed upon cloudy seas. The road was a ribbon of moonlight over the purple moor, and the highwayman came riding, riding, riding. The highwayman came riding up to the old inn door. I'll come to thee by moonlight, thou hell should path away. What happened? Nothing. Sorry, madam. പിന്നെ ചിരിച്ചത്? ഞാനത് മനസ്സിൽ കാണുകയായിരുന്നു ടീച്ചറെ. നിലാവിന്റെ റിബൺ പോലെയുള്ള നാട്ടുവഴിയിലൂടെ കുതിരപ്പുറത്ത് വരുന്ന ആ കൊള്ളക്കാരൻ. നിങ്ങളത് തമാശ കാണിക്കാണോ? പഠിക്കാനല്ലേ ജോയിൻ ചെയ്തത്? ആർക്കും ഇതൊരു തമാശയായിട്ടേ തോന്നൂ, എനിക്കൊഴിച്ച്. പക്ഷെ ഞാൻ സീരിയസ് ആണ്. ഐ എം റിയലി സീരിയസ്. മൃദുല, അവൻ ക്ലാസ് കുഴപ്പമുണ്ടാക്കിയല്ലേ? ഇല്ല. എന്നാ ഉണ്ടാക്കും. അവൻ ആള് ശരിയല്ല. വയസ്സുകാലത്ത് പഠിക്കാനെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുക. അവൻ എന്തെങ്കിലും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്താൽ മൃദുല എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ മാനേജ്മെന്റ് പ്രസന്റ് ചെയ്തോളാം. പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടാക്കിയല്ലേ? പ്രിൻസിപ്പാൾ പറഞ്ഞ് കേട്ടല്ലോ, സെന്റ് ഫിലോമിനാസിനെ പുറത്താക്കിയതാന്ന്. ഇവിടത്തെ കുട്ടികളോടൊന്നും വിളമ്പാൻ നിൽക്കണ്ട. ദോഷം നിനക്കല്ല, പ്രിൻസിപ്പാളിനാ. ഇയാളുടെ തടക്കം ഇപ്പൊ തന്നെ പലരുടേതായി കാല് പിടിക്കുന്നു. പിന്നെ ഒരു കാര്യം, ഇവിടെ നിനക്ക് ശരിയാവില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചങ്ങ് പൊയ്ക്കോളണം നിന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക്. അല്ലാതെ എന്നെ ഇനിയിട്ട് ബുദ്ധിമുട്ടിക്കരുത്. ഹോസ്റ്റലിൽ കാര്യം പറഞ്ഞിട്ടുണ്ട്. നേരെ എന്ന് എന്റെ മേറ്ററിനെ കണ്ടാൽ മതി. ഞാൻ ഇറങ്ങാം. ആ, ഇന്ന് രാത്രി ഞാൻ സൗദിക്ക് വിളിക്കും. നിന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് വല്ലതും പറയാനുണ്ടോ? അല്ലെങ്കിൽ അവർക്ക് രണ്ടുപേർക്കുമാണല്ലോ ആദി. സ്നേഹം വേണോന്ന് ഞാൻ പറയുന്നില്ല, അല്പം നന്ദിയെങ്കിലും കാണിക്കാം അവരോട്. ആ കണ്ണീര് തുടച്ചു കളയും. ഈ മുഖത്തിന് ചേരില്ല. നമ്മൾ എങ്ങോട്ടാ ചായ? ഒന്ന് അടങ്ങടാവേ, എത്തുമ്പോ അറിയാലോ. എങ്ങനെ, ഇഷ്ടപ്പെട്ടോ വീട്? ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ഇന്ന് മുതൽ ഇങ്ങോട്ട് താമസം മാറ്റുന്നു. ആ കാലിത്തൊഴുത്ത് പോലുള്ള ഹോസ്റ്റൽ മുറിയിൽ എങ്ങനെയാടാ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ വേണ്ടേ? ഒരു ജോണി വാക്കർ സ്റ്റൈൽ. എന്റെ അമ്മച്ചിയോ, നമ്മൾ ഇങ്ങോട്ട് താമസം മാറണമെന്നോ? ആ, അതുകൊണ്ട് അടുത്ത വീട്ടിൽ ചില കളറൊക്കെ കാണുന്നുണ്ട്. സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം കേട്ടോ, ചളവാക്കരുത്. അച്ചായ, അത് ടീച്ചറാ, മൃദുല ടീച്ചർ. വരൂ. ആരാ? ഞാൻ പറഞ്ഞില്ല അമ്മയുടെ അടുത്ത്, എന്നെക്കാൾ പ്രായമുള്ള ഒരു സ്റ്റുഡന്റ് വന്നിട്ടുണ്ട് എന്റെ ക്ലാസ്സിലെന്ന്. ഇതാണ്. അതിപ്പോ നീ പറഞ്ഞ പോലെ ഒരു പ്രായമൊന്നും. ഞാനും പിള്ളേരും അപ്പുറത്തെ വീട്ടിൽ താമസം തുടങ്ങി. ടീച്ചറാ ഇവിടെ താമസിക്കുന്നത് ഇപ്പഴാ അറിഞ്ഞ. അപ്പൊ വന്നൊന്ന് പറഞ്ഞിട്ട് പോകാൻ തരും. നന്നായി. ഇവിടെ ഇവളും ഞാനും
ഒരു പണിക്കാരിക്കുട്ടി മാത്രമേ ഉള്ളൂ. ഒന്ന് നിലവിളിച്ചാ കേൾക്കാൻ അടുത്ത ആളായല്ലോ. പുറത്തുനിന്ന് കാണുമ്പോഴുള്ള ത്രില്ല് കോളേജിൽ ജോയിൻ ചെയ്തപ്പോ ഉണ്ടോ? പിന്നെ ഇല്ലാതെ. നല്ല കോളേജാ. ഇവള് ഓരോ കഥകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇതുപോലെ പോക്കിരി പിള്ളേര് പഠിക്കാനല്ല ഒറ്റയാളൊന്നും വരുന്നത്. നമസ്കാരം. നമസ്കാരം. താനെന്താ ഇവിടെ? ജോണി അപ്പുറത്തെ വീട്ടിൽ താമസം തുടങ്ങി. ഞാൻ ട്രൈ ചെയ്തപ്പോ ആ വീട് വാടകയ്ക്ക് കൊടുക്കുന്നില്ലെന്നാണല്ലോ പറഞ്ഞത്. വാടകയ്ക്കല്ല, ഞാനത് വിലക്ക് വാങ്ങിച്ചു. ഞാനങ്ങ് ചെല്ലട്ടെ, പിള്ളേര് ബഹളം. ദേ, ഇത് അന്തസ്സുള്ളവർ താമസിക്കുന്ന ഏരിയ. ഒച്ചയും ബഹളൊന്നും ഉണ്ടാക്കാതെ കഴിയാൻ പറയണം. തൊട്ടടുത്ത വീട്ടിൽ എസ് ഐ പുട്ടണ്ണേ. എന്ന് കരുതി മനുഷ്യന് മിണ്ടാട്ടല്ലാണ്ടിരിക്കാൻ പറ്റുമോ? കുട്ടികളുടെ ഒച്ചയും ബഹളവും കേൾക്കുന്ന ഒരു രസമല്ലേ? ഞാനങ്ങ് പോയേക്കോ. അതെ, തന്റെ ഷൈനിങ് ഇത്തിരി കൂടുന്നുണ്ട്. തന്റെ വേഷം കെട്ടലൊക്കെ കൈ വെച്ചാൽ മതി. ഞാൻ എന്തുദ്ദേശിച്ചാ പറഞ്ഞെന്ന് മനസ്സിലായല്ലോ. പണിക്കരേ, ക്യാമ്പസിനകത്ത് ഞാൻ ഡീസന്റാ എന്ന് വെച്ച് പുറത്തങ്ങനെയല്ല. തറയെന്ന് വെച്ചാ പൂലോക തറയാ. ഈ ഉപ്പുമാങ്ങ പറഞ്ഞ പോലത്തെ മോന്നുണ്ടല്ലോ, നിലത്ത് പിടിച്ച് ഉറച്ചോളയും. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. എന്നാ ശരി, പറഞ്ഞ പോലെ. ചാന്ദിനിയെ എനിക്കൊന്ന് കാണണം. ഞാൻ റിലേറ്റീവ് ആണ്. എനിക്കൊരു കാര്യം പറയാൻ. പുറത്ത് വെയിറ്റ് ചെയ്യൂ. ബോബി, കാണണമെന്ന് തോന്നി, പിന്നെ സംസാരിക്കണമെന്നും. അതുകൊണ്ടാ കള്ളം പറഞ്ഞേ. എനിക്ക് റിലേറ്റീവ്സ് ഇല്ല, ഫ്രണ്ട്സും. ഇതുപോലെ ആരെങ്കിലും വന്നാൽ ദയവ് തന്നെ വിളിക്കരുത്. എന്നിട്ട് സംഭവം എവിടെ ആയി? കക്ഷി വളയോ? അറിയില്ല, എനിക്കൊന്നും അറിയില്ല. ആകെ അറിയാവുന്നത് എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് ആ മുഖം മറക്കാൻ കഴിയില്ല. എങ്ങനെയത് പറയണം എന്നെനിക്കറിയില്ല. പക്ഷെ ചാന്ദിനി മനസ്സിലാക്കണം. എനിക്ക് ചാന്ദിനിയെ... നോക്കൂ, ഒരു വർഷത്തിനിടെ ഇതിപ്പോ എന്റെ മൂന്നാമത്തെ കോളേജാ. ഇവിടെ വരും മുമ്പ് ഇതുപോലെയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇതേ വാക്കുകളുമായി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഒരു പെൺകുട്ടിയല്ല ഞാൻ. എനിക്ക് ഇപ്പൊ തന്നെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. എന്നെ വെറുതെ വിട്ടേക്കൂ പ്ലീസ്. ഈ പ്രേമം എന്ന് പറയുന്നത് ചുമ്മാ കളിയായിട്ടാണോ അതോ സീരിയസ് ആയിട്ടാണോ? അതെന്തോന്ന് വെച്ചാ അസ്ഥി പിടിച്ചു പോയിന്ന് പറഞ്ഞില്ലേ? അതെ, നമ്മൾ ഈ വീഴ്ത്താനുള്ള ഒരു നമ്പർ ഇറക്കുമ്പോ അത് രണ്ടു തരത്തിലുണ്ട്. കളിയായിട്ടുള്ളതും കാര്യമായിട്ടുള്ളതും. അച്ഛൻ കുറെ നേരമായിട്ട് വകുപ്പ് പറയുന്നല്ലേ, കാര്യത്തിലേക്ക് വരുന്നില്ലല്ലോ. എന്റെ ഡാവ് നീ തന്നെ ഈ പറയുന്നേ. ഇത് ശരിക്കും ആലോചിച്ച് പ്ലാൻ ചെയ്ത് മുട്ടില്ല ചീറ്റി പോകും. പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കത്തൊരെണ്ണം ചാമ്പിയാലോ? ഓടെ, കത്തൊക്കെ പഴയതാ. പഴയ കത്തല്ല, പുതിയ തുറന്ന് എഴുതുന്ന കാര്യമാണ് പറയുന്നത്. എന്റെ ഒരു അഭിപ്രായത്തിൽ സിമ്പതി കിട്ടണം. ഇവന്റെ മേലെ സഹതാപം ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു ഐറ്റം. സഹതാപം കിട്ടാ ഈസിയാ. അവന്റെ SSLC ബുക്ക് ഒന്ന് കാണിച്ചു കൊടുത്താൽ. കളിയാക്കാതെ. പ്രേമം ജനിക്കുന്നത് സഹതാപത്തിൽ നിന്നാ. പ്രസിദ്ധമായ പല പ്രേമങ്ങളും. അച്ചായ, ഇത് ദേവാനന്റെ കാലമല്ല, സൽമാൻ ഖാന്റെ. അറിയാവിടാവേ, എന്നെ അത്ര ഔട്ട്ഡേറ്റഡ് ആക്കണ്ട. എന്നാ പറ, അച്ഛൻ ഐഡിയ പറ. അതായത് നല്ല 4 വാചകങ്ങൾ എഴുതി ഉണ്ടാക്കണം. മാരക വാക്കുകളായിരിക്കണം. എന്നിട്ട് നാളെ രാവിലെ കാണുമ്പോ മുഖത്ത് നോക്കി ഒരൊറ്റ വീശ. ഐഡിയ ഉള്ള, പക്ഷെ ആള് എന്നതാ എടാ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാവുന്നേ. അച്ഛനല്ലേ മോനെ പറയുന്നേ? അച്ഛാ, ഞാൻ ചുമ്മാ തമാശ മൂടിലല്ല. ഒരുപാട് ഇഷ്ടമായി എനിക്ക്. പക്ഷേ തിരിച്ചാ കൊച്ചിന് അങ്ങനെ തോന്നുന്നില്ല. വിട്ടേക്കാം, ഡിസ്റ്റർബ് ചെയ്യണ്ട. അച്ഛാ, സമയം എങ്ങനെയാ പോവാ? നീ തന്നെയാടാ പോയി പറയുന്നേ. ഇതൊക്കെ നടക്കണ്ടേ? സംഗതി ഏറ്റിരിക്കുന്ന. അല്ല, എനിക്കെന്നാ ഇതിന് എക്സ്പീരിയൻസ് ഇരിക്കുന്നു. ആലോചിച്ചിട്ട് പുല്ലും തലേ കയറുന്നുമില്ല. ടീച്ചറെ, അച്ഛായോ വലിയല്ലേ? അല്ല ടീച്ചറെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ടീച്ചറെ, ഒരു ചിന്ന ഡൗട്ട്. അതായത് പെമ്പിളുടെ സൈക്കോളജി അതെങ്ങനെ? അവർക്ക് നമ്മളോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ തുറന്നങ്ങ് സമ്മതിക്കും.
ഉള്ളിൽ പറയേണ്ടത് നമ്മൾ ഇടപെട്ടാ ചിലവാകും. വിരുന്നടാവേ ടീച്ചർ കൺഫ്യൂസ് ആയോ? എന്നാ പിന്നെ വേറെ എന്തെങ്കിലും വഴി നോക്കാം. എന്റെ പൊന്നച്ചായ, എന്നെ ഒന്ന് തനിച്ചു വിട് പ്ലീസ്. ഇടാ കാര്യമുണ്ടെന്ന്. നീ എന്നെ കിടപ്പായി കിടക്കുന്നേ? പ്ലീസ് ലീവ് മീ അലോൺ പ്ലീസ്. ഇവനെ ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല. പോക്ക്. എനിക്കിഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്, കണ്ട അന്ന് തൊട്ടേ. പക്ഷേ എന്നെ കുറിച്ച് അറിയണ്ടേ ബോബിക്ക്? ഞാൻ അനുഭവിക്കുന്ന പ്രോബ്ലംസ്, കോംപ്ലക്സ്. കുട്ടിക്കാലം തൊട്ട് എന്റെ കൂടെ ഉള്ളതാണത്. ഒരുപാട് സ്നേഹം തരുന്ന അച്ഛന്റെ അമ്മയുടെ മോളായിരുന്നു ഞാൻ. ഒരു ദിവസം ഞാൻ അറിയാം, ഞാൻ അവരുടെ വളർത്തുമോളാണെന്ന്. കുട്ടികളില്ലാത്തവർക്ക് ഏതോ അനാഥാലയത്തിൽ നിന്ന് കിട്ടിയതാണ് എന്നെ. പിന്നീട് അവരെനിക്ക് തരുന്ന സ്നേഹത്തിന് ഞാൻ അർഹയല്ല എന്നുള്ള തോന്നൽ. അന്ന് തൊട്ട് അതെന്നെ വേദനിപ്പിക്കുക. സോ ഐ ആം ആൻ ഓർഫൻ ഫസ്റ്റ്. By land is meant the material and the force which nature gives freely for man's aid, in land and water, in air and light and heat. It includes all natural resources inside the soil and on the surface in fact. Everything which is not made by man and which can be collectively termed as free gift of nature. In this widest sense, land includes all kinds of natural resources, such as coal and metal ore and farm, fishing grounds. ഒരുമാതിരി കോപ്പറവാണ് കാണിക്കില്ല കേട്ടോ. എക്സ്ക്യൂസ് മീ. ക്ലാസ് ക്ലാസ് നടക്കാണ്. എന്നാ ക്ലാസ്?
അല്ല അച്ഛൻ ഇത് എന്നാ ഭാവിച്ചാ? അവിടെ കിളച്ചത് പാതി, വേച്ചത് പാതി, കന്നുകാലിക്കാണെങ്കിൽ കുളമ്പ് തീനം, സൊസൈറ്റിക്കാരൻ കാശ് തന്നിട്ടില്ല. കറവക്കാരൻ ലൂക്കായ ചെന്ന് വിളിച്ചപ്പോ അത് വേറെ കുറിച്ച്. എന്താ എന്താ ഇത് ചന്ത ഇവിടെ ക്ലാസ് എടുക്കണ്ട ഇവിടെ എന്താ ഇത്? ഇയാളേതാ? സാറൊന്ന് പഠിപ്പിച്ചേട്ടാ, ഞങ്ങൾക്ക് ഇച്ചിരി പറയാനുണ്ട്. അല്ല അറിയാമല്ല ഞാൻ ചോദിക്കുക, കതിരെ കൊണ്ട് വളം വെക്കാന്ന് പറഞ്ഞ മാതിരി ഈ വയസ്സാം കാലത്ത് പഠിക്കാൻ വന്നത് എന്നാ അസുഖത്തിന്റെയാ? എടാ അതിപ്പോ നിനക്ക് പറഞ്ഞാ മനസ്സിലാകുകയല്ല. മനസ്സിലാത്തോണ്ടാ ചോദിച്ചത്. എടോ നോക്കാന് വലിയ വകുപ്പടിക്കാതെ വിട്ടോ. പറഞ്ഞെല്ലാം ഓർമ്മയുണ്ടല്ലോ, ഞാനങ്ങ് വന്നേക്കാം. എന്റെ തലവിധി. പിന്നെ കാശ് വല്ല ആവശ്യമുണ്ടോ? എത്തിക്കണോ? വേണ്ട വേണ്ട. കള്ളിച്ചിരി കൂടുതലല്ലേ? അതിന്റെ മുഖത്ത് കാണാനുണ്ട്. വല്ലോ ഇച്ചിരി ആഹാരം കൂടെ കഴിക്കണം. എന്നാ ഞാനങ്ങോട്ട്. Hi. I am Swaminathan. They call me Swami. In the class today. പോയില്ല. Oh, good. Would you like to have an ice cream? No, ഒന്നും വേണ്ട. പറ്റില്ല. ഒരു ഐസ്ക്രീം. സ്വാമിക്ക് ഫ്രണ്ട്ലി ഫീലിംഗ്സ് ഉണ്ടായി കയറി പരിചയപ്പെടും. ഐസ്ക്രീം വാങ്ങിക്കൊടുക്കും. അത് പതിവാ. കഴിക്കണം. മാനേജർ, ബ്രിങ് വൺ ഐസ്ക്രീം. കഴിക്കൂ. Nice. ആരാ? ജോണി ഉണ്ട്. എവിടുന്ന? ഒന്ന് വിളിക്കൂ. ആര് വന്നിരിക്കുന്നെന്ന് പറയണം. ആ പുറപ്പെടാം. ഓ ഞാൻ വരുന്നു. ഞാൻ കാറിലിരിക്കാം. എങ്ങോട്ടാ? ഞാനൊരു സ്ഥലം വരെ പോവാ. നാളെ ഈവനിങ്ങേ വരൂ. എങ്ങോട്ടാന്ന് പറ. പുള്ളിയുടെ ഒരു കാര്യത്തിനാ. പുള്ളി ഏതാ? സിറ്റിയിലോട്ടാണെങ്കിൽ കയറും. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണമെന്നില്ല, ഞാനൊരു ഓട്ടോയിൽ. Come on, I'll drop you. Come on, get in. ഇവിടെ വന്നിട്ടുണ്ടോ? No. ഇറങ്ങും. ലെറ്റ്സ് ഹാവ് സംതിങ്. ഇവിടെ നല്ല ഐസ്ക്രീം കിട്ടും. ഞാൻ ബാങ്കിൽ പോവാണ്. അതിന് ടൈം ഇനിയുണ്ട്. ഗെറ്റ് ഡൗൺ.
ബോബി നിന്നെ തിരികെ നടക്കുകയായിരുന്നു. ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ കാര്യം വെച്ചാ പറ. സെക്കൻഡ് ഡിസിയിലെ ഹാഷിമില്ലേ, അവനാ പറഞ്ഞത്. വൈകുന്നേരം വരെ ചാന്ദിനി സ്വാമിയോടൊപ്പം ഉണ്ടായിരുന്നു ബാക്ക് സ്പ്രിങ്ങിൽ. ടെൻഷൻ അടിക്കണ്ട. റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ പിടിച്ച് അവൾ ഹോസ്റ്റലിലേക്ക് പോയിന്നാ പറഞ്ഞേ. ഏതായാലും ഇനി ഇങ്ങനെ ഉണ്ടാവരുത്. ആ റാസ്കൽ സ്വാമി ആയതുകൊണ്ടാ പേടി. ആനി ജോണും ഇതുപോലെ. Shut up. എന്താ ബോബിക്ക് പറ്റിയത്? ഞാൻ ചോദിച്ചതിന് നീ ഉത്തരവൊന്നും പറഞ്ഞില്ല. എന്താ നിനക്ക് അവനുമായുള്ള കണക്ഷൻ? ഒന്നുമില്ല ബോബി, എന്നെ മനസ്സിലാക്ക്. ഒരേ കോളേജിൽ പഠിക്കുന്നവരല്ലേ? ഇന്നലെ മുഴുവൻ നീ അവന്റെ കൂടെ റെസ്റ്റോറന്റിലല്ലായിരുന്നു. അങ്ങനെ ഇരിക്കാൻ ഉദ്ദേശിച്ച് പോയതൊന്നുമല്ല. സമയം ഒരുപാട് വൈകിയെന്ന് പിന്നെ ഞാൻ അറിഞ്ഞത്. ഇനി പോവില്ല ബോബി. ചാന്ദിനി നിനക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, കം ക്ലാസ്സിലേക്ക് പോവാം. നോ, ഫിനിഷ് യുവർ ഐസ്ക്രീം. വേണ്ട. നോ, കഴിക്കേ. കഴിച്ചില്ല. ഞാൻ എന്റെ പൊസസീവ്നെസ് അതുകൊണ്ടാണ് എന്തൊക്കെയോ ബഹളം വെച്ചത്. മതി, കൊള്ളില്ല.